അനന്തപത്മനാഭൻ, അതായത് മഹാവിഷ്ണു വിഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ചിത്രത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ തരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിധിയാം വണ്ണം ഗ്രഹിക്കേണ്ടത് എന്നാണ്. അപ്പോൾ ഭഗവാൻ എന്നുള്ളത് ഇവിടെ വിഷ്ണു സങ്കല്പത്തിലേക്ക് വരുമ്പോൾ അത് ജീവനാണ്, ജീവിതമാണ്. ഇപ്പം ജീവിതം എവിടെയാണ്? അനന്തതയിലാണ്. അതായത് നമ്മുടെ ജീവിതം ഒരിക്കലും ഒരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. അത് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്തിട്ടുമില്ല, അത് ഒരിക്കലും അസ്തമിക്കുന്നുമില്ല. അപ്പോൾ അനന്തതയുടെ മുകളിലായതുകൊണ്ട് അനന്തൻ്റെ മുകളിലാണ് നമ്മുടെ ജീവിതം കിടക്കുന്നത്. അതുകൊണ്ടാണ് വിഷ്ണു അനന്തൻ്റെ അനന്തശായിയായിരിക്കുന്നത്. വിഷ്ണു സങ്കല്പത്തിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൈകൾ, ചതുർബാഹു എന്ന് പറയുന്ന ആ കൈകളിൽ ഓരോ പത്മം, അതുപോലെ തന്നെ ഗദ, അതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗദ എന്ന് പറയുന്ന ആ ഒരു ടൂള്, അത് നമ്മളെപ്പോഴും അഹങ്കാരത്തിനെ തല്ലിക്കെടുത്തുക എന്നുള്ളത്. ജീവിതം സ്വസ്ഥവും സുഖവുമാണെങ്കിൽ നമ്മൾ അഹങ്കാരത്തെ തല്ലിക്കെടുത്തേണ്ടതുണ്ട്. അപ്പം അതിനൊരായുധമായിട്ട് ഗദയെ അവിടെ കാണിച്ചിരിക്കുന്നു. പത്മം എന്നുള്ളത് അതൊരിക്കലും നമ്മുടെ ജീവിതം ഒരു അറ്റാച്ച്മെൻറ്റിൽ സ്പർശിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ പത്മത്തിൽ ഒരു വെള്ളം വീണ് കഴിഞ്ഞാൽ വെള്ളം ഒരിക്കലും അതിൽ പറ്റിപ്പിടിക്കുന്നില്ല. അപ്പോൾ അതുപോലെ ജീവിതം നമ്മളൊന്നിലും പോയി പറ്റിപ്പിടിക്കരുത് എന്നുള്ളതിൻ്റെ നിർദ്ദേശമാണ് കാണിക്കുന്നത്. സുദർശന ചക്രം, അതാണ് ആയുധം. സുദർശനം എന്ന് പറഞ്ഞാൽ ശരിയായ കാഴ്ചപ്പാട്. ശരിയായ കാഴ്ചപ്പാട് ഉള്ളപ്പോൾ നമുക്ക് പലതിനെയും ഇല്ലാതാക്കാൻ കഴിയും. പല ശത്രുതയും, അതുപോലെ തന്നെ നമ്മുടെ വിഷമങ്ങൾ, ഇതുപോലുള്ള എല്ലാത്തിനെയും ഇല്ലായ്മ ചെയ്യാൻ ശരിയായ കാഴ്ചപ്പാട് വന്നിട്ട് സുദർശനം, നല്ല ദർശനം. അപ്പോൾ സുദർശനത്തിൽ കൂടെ നമുക്ക് ജീവിതം വളരെ സന്തോഷപ്രദമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ അനന്തശായി ആകുമ്പോൾ അനന്തശായിയുടെ ഒരു കൈ ശിവലിംഗത്തിൽ പോയി സ്പർശിച്ചിട്ടുണ്ട്. അപ്പോൾ ശിവലിംഗത്തിൽ പോയി സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ അത് ശിവലിംഗം എന്ന് പറഞ്ഞാൽ എപ്പോഴും അരൂപമാണ്. രൂപം ഉണ്ടോയെന്നും പറയാം, ഇല്ലെന്നും പറയാം. പക്ഷെ അപ്പം നമ്മുടെ അന്തരാത്മയ്ക്ക് രൂപം ഇല്ല, എന്നാൽ അന്തരാത്മയുടെ അനുഭവം നമുക്കുണ്ട് താനും. എന്നാൽ ഉണ്ട് ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് ശിവലിംഗത്തെയാണ് നമ്മൾ ശരിക്കും പരമാത്മാവായിട്ടും അന്തരാത്മയായിട്ടും ഒക്കെ ചിത്രീകരിക്കാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്തരാത്മയായിട്ടുള്ള ആ ഒരു സ്പർശനത്തിൽ അല്ലെങ്കിൽ ആ ബന്ധത്തിൽ എപ്പോഴും നിലനിൽക്കണം എന്നുള്ളതിൻ്റെ സൂചനയാണ് കൈ വന്നിട്ട് ശിവലിംഗത്തിൽ സ്പർശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബന്ധത്തിൽ എപ്പോഴും നിൽക്കണം, ജീവിതം എപ്പോഴും ആ ഒരു ബന്ധത്തിൽ നിൽക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാഭീതടത്തിൽ നിന്നാണ് ഒരു താമര ഉത്ഭവിച്ചിട്ട് അതിനകത്ത് പോയി ബ്രഹ്മാവ്, നമുക്ക് ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് ഊർജ്ജം ലഭിച്ചിരുന്നത് നാഭിയിൽ കൂടാണ്, പൊക്കിൾക്കൊടിയിൽ കൂടെയാണ്. അത് നാഭി പ്രദേശത്ത് തന്നെയാണ് സൃഷ്ടി നടക്കുന്നത്. അപ്പം നമ്മുടെ ഊർജ്ജത്തിൻ്റെ കേന്ദ്രവും നാഭി പ്രദേശമാണ്. കാര്യം നമ്മൾ കഴിക്കുന്ന ആഹാരം വയറിനുള്ളിൽ വന്നിട്ടാണ് നമുക്ക് ഊർജ്ജം തരുന്നതും. അതുപോലെ തന്നെ നമുക്ക് റീപ്രൊഡക്ഷൻ നടക്കുന്ന ഏരിയയും ആ പ്രദേശമാണ്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ട് അവിടെ ബ്രഹ്മാവ് അല്ലെങ്കിൽ സൃഷ്ടിയുടെ ആ ഏരിയയിൽ അവിടെ താമരയ്ക്കുള്ളിൽ ബ്രഹ്മാവിനെ കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജീവിതം ഐശ്വര്യപൂർണ്ണമാണ്. അതായത് ലക്ഷ്മി ഇത്രയും സ്വസ്ഥനായിട്ടും ജീവിതത്തെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ കാൽക്കൽ ലക്ഷ്മി വരും. അപ്പോൾ ആ ലക്ഷ്മി, മഹാലക്ഷ്മി, ഐശ്വര്യം എന്നുള്ള ആ ഒരവസ്ഥ ഈ വ്യക്തിയുടെ കാൽക്കൽ തന്നെ വരും എന്നുള്ളതാണ് വിഷ്ണുവിൻ്റെ കാൽക്കൽ ലക്ഷ്മി ഇരിക്കുന്നതായിട്ട് ഉള്ള ഒരു സങ്കല്പം കൂടെ വരുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ച് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ജീവിതം എങ്ങനെ സമ്പൂർണവും സ്വസ്ഥവുമായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ഒരു നോളജിലോട്ട്, നമ്മൾ സ്പിരിച്വൽ നോളജിലോട്ട് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രൂപത്തിൽ ഭഗവാനെ കാണിക്കുന്നത്.
അപ്പം പലരും നമ്മളെ വിമർശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുക. നമ്മൾ വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്നുള്ളത് ശരിക്കും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ശരിക്കും ആരാധന ഉണ്ടെങ്കിൽ നമ്മളതിനെ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കും. നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ശ്രദ്ധിക്കത്തില്ലേ, അതുപോലെ നമുക്ക് ആരാധന തോന്നുവാണെങ്കിൽ അതൊരു ശ്രദ്ധയായിട്ട് വളരും. അപ്പോൾ ആ ഒരു ശ്രദ്ധ വന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന അനന്തശായി എന്ന് പറയുന്ന ആ വിഗ്രഹത്തിൻ്റെ എന്തർത്ഥത്തെയാണ് അത് ഉൾക്കൊള്ളുന്നതെന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി, അതായത് ഈ സുദർശനം എന്ന് പറയുന്ന ആ കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ സർവ്വതിനെയും ഗ്രഹിക്കാനുള്ള ശേഷി നമുക്ക് വരും. അപ്പോൾ നമ്മൾ ഓരോ വിഗ്രഹങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ ദേവതകൾക്കും ഓരോ പ്രത്യേകതകളോടു കൂടി തന്നെയാണ് ഋഷീശ്വരന്മാർ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഋഷീശ്വരന്മാർക്ക് കൺവേ ചെയ്യാൻ കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു കൺവേ ചെയ്യാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ വിഗ്രഹങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അവരെഴുതി വെച്ച അന്നത്തെ കാലത്ത് നമുക്ക് എഴുതി വെച്ചാൽ തന്നെ അതിന് വളരെ കാലം അത് കൈമറിഞ്ഞ് പോകണം എന്നുള്ളതും, അതുപോലെ തന്നെ വിദ്യാഭ്യാസം കുറഞ്ഞ ഒരു സമൂഹത്തിൻ്റെ ഇടയ്ക്ക് ഈ അറിവുകളെ എങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്നുള്ളതിന് ഡൗട്ടും അത് അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്തിരുന്ന മാർഗ്ഗങ്ങൾ, ക്ഷേത്രങ്ങൾ പണിത് അതിനുള്ളിൽ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും ശില്പങ്ങൾ പ്രതിഷ്ഠിക്കുകയൊക്കെ ചെയ്തിട്ട് അത് വഴി അവരുടെ ആശയങ്ങൾ, അവരുടെ സയൻറ്റിഫിക്കായിട്ട് അവർ കണ്ടുപിടിച്ച കാര്യങ്ങൾ, ഇതൊക്കെ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പുരാതന ക്ഷേത്രങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പം നമ്മൾ അതിൽ നിന്ന് പഠിക്കുകയാണ് വേണ്ടത്. അതായത് അത് പൂർവികരെങ്ങനെയാണ് നമുക്ക് അറിവുകളെ നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്, ആ അറിവ് പൂർണ്ണമായിട്ട് നമ്മളിലേക്ക് എത്തുന്നുണ്ടോ എന്നൊക്കെ ഒരു ആത്മപരിശോധനയിൽ കൂടെ നമ്മൾ വെറുതെ നമ്മൾ പോയി വെറുതെ പൂവിട്ട് പൂജിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാനും നമ്മുടെ ജീവിതം ശോഭനമാക്കാനുള്ള വഴികളെന്നും പറഞ്ഞിട്ട് നമ്മൾ കാട്ടിക്കൂട്ടലുകൾ കാണിക്കുന്നതിനേക്കാൾ നല്ലത് ഇതിൻ്റെയൊക്കെ അന്തരാർത്ഥം എന്താണ്, ഇതൊക്കെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമുണ്ട്. കാര്യം മനുഷ്യൻ സയൻറ്റിഫിക്കലി ഒക്കെ വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. വികസിക്കുമ്പോൾ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കുകയും നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരിക്കുകയും കാഴ്ചപ്പാട് എക്സ്പാൻഷനിലേക്ക് പോവുകയും വേണം. എങ്കിലേ ഇതിനൊക്കെ ഒരു അർത്ഥം ഉള്ളൂ. പൂർവികർ എന്താണോ ഉദ്ദേശിച്ചത് അതിനൊക്കെ ഒരു അർത്ഥ വ്യാപ്തി ഉണ്ടായി വരത്തുള്ളൂ.